വയനാട് പൂക്കോട് വെറ്റിനറി കോളേജിലെ ദുരൂഹ മരണവുമായി ബന്ധപ്പെട്ട കേസിലെ മുഖ്യപ്രതി കസ്റ്റഡിയിൽ. എസ്എഫ്ഐ നേതാവ് കെ അഖിലിനെയാണ് പാലക്കാട് നിന്നും പോലീസ് കസ്റ്റഡിയിലെടുത്തത്. കേസിലെ പ്രതികളായ 11 പേരെ ഉടൻ പിടികൂടുമെന്ന് കൽപ്പറ്റ ഡിവൈഎസ്പി ടി.എൻ. സജീവൻ പറഞ്ഞു. സിദ്ധാർത്ഥന്റെ ദുരൂഹ മരണവുമായി ബന്ധപ്പെട്ട് ഒന്നാം പ്രതിയായ പാലക്കാട് സ്വദേശിയും 2ാം വർഷ വിദ്യാർത്ഥിയുമായ അഖിൽ പോലീസ് കസ്റ്റഡിയിലായി. ഒളിവിൽ കഴിയുന്ന മറ്റു 11 പ്രതികളെ കണ്ടെത്താനുള്ള പോലീസിന്റെ അന്വേഷണം തുടരുകയാണ്. ഇന്നലെ 6 പേർ കസ്റ്റഡിയിലായിരുന്നു. ചില കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. അയാളെ അറസ്റ്റ് ചെയ്യാനായിട്ട് അയാളെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അയാൾ ഇതിനകത്ത് നേരിട്ട് പങ്കെടുത്തിട്ടുള്ള ഒരാൾ ആണെന്നാണ് നമുക്ക് കിട്ടിയ വിവരം. അതിനെപ്പറ്റി കൂടുതൽ വിവരങ്ങൾ മനസ്സിലാക്കുന്നേ ഉള്ളൂ. ഇനിയും 11 നമ്മളെ ലിസ്റ്റിൽ ഉൾപ്പെട്ട ഒരു 11 പ്രതികളാണ് ഇനി കിട്ടാനുള്ളത്. അതേസമയം കോളേജിൽ വിചാരണ കോടതി ഉള്ളതായി തങ്ങൾക്കറിയില്ലെന്ന് പോലീസ് നിലപാട് മാറ്റി. അങ്ങനെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതൃത്വത്തിൽ ഒരു കോടതി പ്രവർത്തിക്കുന്നുണ്ടെന്നുള്ള വിവരമൊന്നും ഞാൻ ഒരു ചാനലുകാരുടെ അടുത്തും പറഞ്ഞിട്ടില്ല. അങ്ങനെ ഒരു കാര്യം പറയേണ്ട ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല. അവിടെ ചോദിച്ചത് കാര്യം അവിടെ എസ്എഫ്ഐയുടെ യൂണിറ്റ് മാത്രമല്ല പ്രവർത്തിക്കുന്നത്. അത് എല്ലാവർക്കും, എനിക്കും നിങ്ങൾക്കും എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. അവിടെ ഒരു സംഘടനകൾ എത്രയുണ്ടെന്നൊക്കെയുള്ളത്. അതിനെപ്പറ്റി ഈ ഒരു ഇവിടെ പരാമർശിക്കുകയോ അതിന് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ലായിരുന്നു. ആത്മഹത്യാ പ്രേരണ, റാഗിംഗ് നിരോധന നിയമം എന്നിവയാണ് പോലീസ് ചുമത്തിയത്. ക്രിമിനൽ ഗൂഢാലോചന കൂടി ചുമത്താൻ പാകത്തിനുള്ള തെളിവുകൾ പോലീസ് ശേഖരിക്കുന്നുണ്ട്. അതോടൊപ്പം പ്രതികളുടെ ലുക്കൌട്ട് നോട്ടീസ് ഉടൻ പുറത്തിറക്കുമെന്ന് പോലീസ് വ്യക്തമാക്കി. ജനം, വയനാട്.